നമ്മളിന്നൊരു പൈനാപ്പിളിൻ്റെ ചെടി നടാൻ പോവാണ്. നമ്മളിവിടെ ഈ പരിസരത്തൊന്നും പൈനാപ്പിളിൻ്റെ കൃഷിയൊന്നുമില്ലല്ലോ. പണ്ടൊക്കെ എൻ്റെ വീട്ടിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് കൊണ്ടുപോയി നട്ട് വേലിയിൽ കൊണ്ടുപോയി നടും. നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് അതിനുള്ള ഈ മുള്ളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പോയില്ല. എന്താ ചെടിയുമ കായമ ചെടി എന്ന് പറഞ്ഞ പോലെ കായ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചെടി. അപ്പോൾ അത് നമുക്കൊന്ന് നട്ടു നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളതെല്ലാം കാണണം. എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള ഒരു ചെടി കൊണ്ടുവന്നാൽ നിർബന്ധമായും നിങ്ങളത് നടണം. അപ്പോൾ അത് കേവലം ഒരു വീഡിയോ കണ്ടു പോകുന്നതിലപ്പുറം ഒരു ചെടി നിങ്ങളുടെ ടെറസിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുവട്ടത്തോ നിങ്ങൾക്ക് ഗ്രോ ബാഗിലോ അതല്ലെങ്കിൽ ചാക്കിലോ ടിന്നിലൊക്കെ ആയിട്ട് നിങ്ങൾ നടണം. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്കൊരു ചെടി, നിങ്ങൾക്കൊരു പൈനാപ്പിൾ കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇത് നടേണ്ട സമയം എന്ന് പറഞ്ഞത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഇത് നടേണ്ടത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇതിന് നടുന്ന സമയത്ത് ഇത് അല്ലെങ്കിൽ നട്ട് കഴിഞ്ഞാൽ ഇതിന് നീർവാർച്ച അത്യാവശ്യമാണ്. അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന സമയം അല്ലെങ്കിൽ കൂടുതലും നമ്മൾ നടുന്ന സമയത്തും പിന്നീട് നമുക്കതിന് വെള്ളം കെട്ടി നിൽക്കുന്നൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കണം, പക്ഷെ വെള്ളം കെട്ടി നിൽക്കുന്ന അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് നടാൻ നമ്മൾ എടുക്കുന്ന സാധനം പിന്നെ രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം. ഒന്ന് നമ്മൾ നമ്മുടെ കായൻ്റെ മുകളിൽ ഉണ്ടാവുമല്ലോ, അതായത് കായമ ചെടി. അപ്പോൾ ആ കായൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത് നമുക്ക് നടാം. അത് നടുമ്പോൾ കച്ചവടത്തിനൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കൃഷി എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കേണ്ടത് ഇതല്ല. അതിന് നമ്മൾ എടുക്കേണ്ടത് ചെടിയുടെ, അതായത് കായ വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കായക്ക് ചുറ്റുമായിട്ട് ചെടിയുടെ മുകളിൽ ഇതുപോലെയുള്ളത് നല്ല വളർച്ചയുള്ള സാധനം, നല്ല ആരോഗ്യമുള്ള ചെടി വളരും. അപ്പം നമ്മൾ അത് പൊട്ടിച്ചിട്ടാണ് നടുക. അതും നടാം, അത് കുറച്ചുകൂടി നല്ല സാധനമാണ്. അതിൻ്റെ പുറമെ നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് ചിലപ്പോൾ കായ കൊണ്ടുവരുമ്പോൾ കായൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന ഈ ചെടിയാണ്. ഇതും നമുക്ക് നടാൻ പറ്റും. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ തോട്ടത്തിലല്ല നടുന്നത്, ടെറസിൻ്റെ മുകളിൽ ഒരു ടിന്നെടുത്തിട്ട് അതിലാണ് നടുന്നത്. അത് ഞാൻ നമ്മുടെ കമ്പോസ്റ്റ്, എന്താ പറയുക, വേസ്റ്റ് ഇലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ഉണ്ട്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ചാണകമുണ്ട്, അതുപോലെ തന്നെ മണ്ണ്. അതുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിന്ന് അതിലൊന്ന് നട്ടു വെക്കാം. ഉണക്കയിലയും ഒക്കെ ഉണങ്ങി ചീഞ്ഞതാണ് ഈ കമ്പോസ്റ്റ്. അതിലേക്ക് നമുക്ക് മണ്ണും ചാണകവും ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അടിയിലൊരു ലെയർ ചാണകം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു മുക്കാ ഭാഗം നമ്മൾ കമ്പോസ്റ്റും അതുപോലെ തന്നെ മണ്ണും ചാണകവും കൂടി മിക്സ് ചെയ്തിട്ടിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതിൽ നട്ടു നോക്കാം. ഒരു കായ ആണെങ്കിൽ ഒരു കായ, നമുക്കത് നമ്മൾ നട്ടിട്ട് അതിൽ നിന്നൊരു കായ കിട്ടി അത് നമ്മൾ പറിക്കുമ്പോൾ അത് ഒരു പ്രത്യേക സുഖമാണ്, ഒരു പ്രത്യേക സന്തോഷമാണ്. നമ്മളൊരു എന്തെങ്കിലും ഒന്ന് നട്ട് അതിൽ നിന്നൊരു ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ അതിൻ്റെ അതേ സമയത്തെ നീക്കങ്ങളൊക്കെ നമുക്കൊന്ന്
നിരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മഴ വരുന്നുണ്ട്, എന്നാലും നമ്മൾ നട്ട ഒരു സമയത്തേക്ക് എന്നുള്ള നിലക്ക് നമ്മൾ അതൊരു പതിവാണല്ലോ, ഒരു ചെടി നട്ടാലൊന്ന് മഴയൊന്നും ഇല്ലെങ്കിലൊന്ന് നനച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നനച്ചു കൊടുക്കാം.